ഹലോ, സിന്ധു ഭൈരവിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഹരിയുടെ സെതസ്കോപ്പും കോട്ടും എടുത്തിട്ടിന്റെ ദേഷ്യത്തിൽ അവനാണെങ്കിൽ അവളെ വായിൽ വന്നതൊക്കെ വിളിച്ച് പറയാണ്. സിന്ധു ഒന്നും മിണ്ടാതെ കേട്ട് നിൽക്കുന്നുണ്ട്. ദിവസവും ഞാൻ നിന്നെ എന്തൊക്കെ രീതിയിൽ വഴക്ക് പറയുന്നുണ്ട്. വേറെ വല്ലവരും ആയിരുന്നു നിന്റെ സ്ഥാനത്തെങ്കിൽ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങി പോയിട്ടുണ്ടാവുമായിരുന്നു. പക്ഷെ നീ ഒരു നാണോ ഇല്ലാതെ വീണ്ടും വീണ്ടും ഇവിടെ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കുകയാണ്. എന്തിനാണെന്നറിയോ? എൻ്റെ സമാധാനം നശിപ്പിക്കാൻ വേണ്ടി. നിന്നോട് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ സാധനങ്ങൾ തൊടാൻ പാടില്ല എന്ന്. എന്തിനാ നീ എൻ്റെ കോട്ടും സെസ്കോപ്പും ഒക്കെ എടുത്തത്? സിന്ധുവിന് ഹരി അങ്ങനെയൊക്കെ വഴക്ക് പറയുന്നത് കേട്ടപ്പോൾ വല്ലാത്ത വിഷമാവുന്നുണ്ടെങ്കിലും അവൾ ഒന്നും മറുത്തു പറയുന്നില്ല. അഴിക്ക് 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 ആദ്യം. നിന്നോടല്ലടി അഴിക്കാൻ പറഞ്ഞത്. പക്ഷേ ഹരി അത്രയധികം ചൂടായിട്ട് പറഞ്ഞതുകൊണ്ട് സിന്ധു പേടിച്ച് നിൽക്കുകയാണ്. സിന്ധു അത് അഴിച്ചതിന് ശേഷം അവനോട് പറയുന്നുണ്ട്, ഈ കോട്ട് ഡോക്ടർ ഇടണ്ട ഡോക്ടർ. അതെന്താ? ഈ കോട്ടിൽ വല്ലാതെ വേർപ്പിന്റെ സ്മെല്ലുണ്ട്. ഞാൻ വേണമെങ്കിൽ ഇത് അലക്കിത്തരാം. അത് കേട്ടപ്പോൾ അവളുടെ കയ്യിൽ നിന്ന് അവൻ കോട്ട് പിടിച്ച് വലിച്ച് വാങ്ങിയിട്ട് ചുരുട്ടിക്കൂട്ടി വലിച്ചെറിയാണ്. എന്നിട്ട് അവളോട് പറയുന്നുണ്ട്, നിന്റെ ഒരു സഹായവും എനിക്ക് വേണ്ട. ഇതുപോലുള്ള കോട്ട് എൻ്റെ കയ്യിൽ ഒരുപാടുണ്ട്. ഞാൻ വേറെ ഇട്ടോളാം. നീ ഇട്ട കോട്ട് ഇനി എനിക്ക് വേണ്ട. സിന്ധുവിനോട് മാക്സിമം ദേഷ്യപ്പെട്ടിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. സിന്ധുവിനാണെങ്കിൽ ആകെ സങ്കടവും നിരാശയും തോന്നുന്നുണ്ട്. അയ്യോ, വേണ്ടിയിരുന്നില്ല എന്നൊക്കെ അവൾ തന്നെ സ്വയം പറയാണ്. മാത്രമല്ല ഹരി വലിച്ചെറിഞ്ഞ കോട്ട് അവൾ എടുക്കുന്നുണ്ടായിരുന്നു. അതേസമയം ഭൈരവിയും കൂട്ടിക്കൊണ്ട് ദമയന്തിയും കാർത്തികേയനും ഒക്കെ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും ക്ഷേത്രത്തിലേക്ക് നടക്കുന്ന സമയത്ത് ദമയന്തി കാർത്തികേയനോട് പറയാണ്, കേയാ, കാറിന്റെ ഡിക്കിയിൽ പൂജയ്ക്ക് വേണ്ടുന്ന ബാക്കിയുള്ള പൂവുകളും പഴങ്ങളും ഒക്കെ ഉണ്ട്, നീ അതൊക്കെ എടുത്തിട്ട് വാ. ശരി അമ്മ, ഞാനതൊക്കെ എടുത്തിട്ട് വരാം, നിങ്ങൾ പോയിക്കോ. അവനത് എടുത്തുകൊണ്ട് പിന്നാലെയാണ് വരുന്നത്. എല്ലാവരും ക്ഷേത്രത്തിൽ കയറി വന്ന സമയത്ത് പൂജാരി ദമയന്തിയോട് നമസ്കാരമൊക്കെ പറയാണ്. എന്നിട്ട് ഭൈരവിയെ കൂട്ടിക്കൊണ്ട് വന്നതിന് അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ മരുമകളെയും കൂട്ടിയിട്ടാണല്ലോ വന്നിട്ടുള്ളത്, എല്ലാവർക്കും ഒരുപാട് സന്തോഷം എന്നൊക്കെ പറയാണ്. അത് കേട്ടപ്പോൾ ഭൈരവിയുടെ മുഖത്ത് ഒരു സങ്കടത്തിൽ കലർന്നൊരു പുഞ്ചിരിയാണ് വരുന്നത്. പക്ഷേ ദമയന്തിക്കാണെങ്കിൽ ഒത്തിരി സന്തോഷമായിട്ടുണ്ടായിരുന്നു ഭൈരവി അവർക്കൊപ്പം പോയത് കാരണം. കാർത്തികേയനോട് പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ പൂജാരി ഏൽപ്പിച്ചതിന് ശേഷം അർച്ചന ചെയ്യാൻ വേണ്ടി പറയാണ്. എന്നിട്ട് എല്ലാവരും കണ്ണുകൾ അടിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഭൈരവിയാണെങ്കിൽ ഇതിലൊന്നും വലിയ വിശ്വാസമില്ലാത്ത മട്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നു. പൂജാരി അർച്ചന കഴിഞ്ഞ് വന്നപ്പോൾ ദമയന്തി അദ്ദേഹത്തോട് പറയാണ്, കാർത്തികേയന്റെ കല്യാണം ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളൊന്നും ഇല്ലാതെ നടക്കുകയാണെങ്കിൽ ദൈവത്തിന് മുന്നിൽ 3 തവണ ക്ഷേത്രം വലം വെച്ചിട്ട് പ്രദക്ഷിണം ചെയ്യാമെന്ന് ഞാൻ നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് അത് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാം നല്ല രീതിക്ക് തന്നെ നടക്കും. ദൈവത്തിന്റെ അനുഗ്രഹത്തോടെ പോയിട്ട് വാ എന്ന് അദ്ദേഹവും പറയുകയാണ്. ആ സമയത്ത് ഭൈരവിക്കാണെങ്കിൽ ആകെ ടെൻഷൻ ആവുകയാണ്. അവൾ ചിന്തിക്കുന്നുണ്ട്, അമ്മ ഇപ്പം നിൽക്കുന്ന അവസ്ഥയിൽ അമ്മയോട് നടക്കാൻ പോലും പാടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അമ്മയാണെങ്കിൽ അതൊന്നും മനസ്സിലാക്കാതെ ക്ഷേത്രത്തിൽ 3 തവണ അടിപ്രദക്ഷിണം നടത്താൻ വേണ്ടി പോവാണ്. ഇപ്പോൾ ഞാൻ എന്താ ചെയ്യുക? അങ്ങനെ ദൈവത്തിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ദമയന്തി അടിപ്രദക്ഷിണം തുടങ്ങുകയാണ്. അവർ 3 പേരും ദമയന്തിക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു, കാർത്തികേയനും ഗായത്രിയും ഭൈരവിയും. പക്ഷേ ഭൈരവിക്ക് വല്ലാത്ത ടെൻഷൻ ആവുന്നുണ്ട്. ഒന്നാമത് നല്ല വെയിലും ഉണ്ടായിരുന്നു. അപ്പോഴാണ് കാർത്തികേയന്റെ ഫോണിൽ അവൻ്റെ ഒരു കൂട്ടുകാരൻ വിളിക്കുന്നത്. അവൻ മാറി നിന്ന് സംസാരിച്ചപ്പോൾ അവൻ്റെ കൂട്ടുകാരിൽ ഒരാൾക്ക് ചെറിയൊരു അപകടം സംഭവിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ശരി, ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് കാർത്തികേയൻ വേഗം അമ്മയോട് ചോദിക്കാൻ വേണ്ടി പോവാണ്. എന്നിട്ട് ദമയന്തിയോട് വന്നിട്ട് കാര്യം പറയാണ്. റൈസ് മില്ലിൽ അവൻ്റെ കൂട്ടുകാരന് ഷോക്ക് അടിച്ചിട്ടാണുള്ളത്. വലിയ പ്രശ്നമൊന്നുമില്ല, അമ്മ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കോ, ഞാനെന്നാ അങ്ങോട്ടേക്ക് പോവാണ് എന്ന് ഗായത്രിയും പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് അവൻ പോവാണ്. ശരി, എന്നാൽ നീ പോയി നോക്കെന്ന് പറഞ്ഞിട്ട് ദമയന്തി അവനെ വിടുന്നുണ്ട്. അതിനുശേഷം ഭൈരവിയാണെങ്കിൽ അമ്മയോട് പറയുന്നുണ്ട്, അമ്മ, തറ ഭയങ്കര ചൂടായിട്ടാണുള്ളത്. ഇതെങ്ങനെയാണ് അമ്മ 3 പ്രാവശ്യം അടിപ്രദക്ഷിണം നടത്തുക? അവൾക്ക് വല്ലാത്ത ഭയം തോന്നുകയാണ് അമ്മയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ചിട്ട്. അപ്പോൾ ദമയന്തി ആണെങ്കിൽ പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്, 3 പ്രാവശ്യം തന്നെ അടിപ്രദക്ഷിണം നടത്തുന്നതിന് മോളെന്തിന് ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് 11 പ്രാവശ്യമൊക്കെ അടിപ്രദക്ഷിണം വെച്ചിട്ടുണ്ട്. അയ്യോ, അമ്മയോട് എങ്ങനെയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക? ഭൈരവി ഇങ്ങനെ ടെൻഷനോടെ ചിന്തിക്കുകയാണ്. അപ്പോഴാ ശബ്ദം താഴ്ത്തിയിട്ടാണെങ്കിൽ ദമയന്തി ഗായത്രിയോട് പറയുന്നുണ്ട്, ഗായത്രി കണ്ടില്ലേ, ഭൈരവിക്ക് എൻ്റെ മേൽ നല്ല ശ്രദ്ധയാണ്. അപ്പോൾ ഗായത്രിയും സമ്മതിക്കുകയാണ്. അതെ അതെ, അമ്മ പറഞ്ഞത് ശരി തന്നെയാണ്. അമ്മയോടുള്ള സ്നേഹം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഗായത്രി അവളുടെ ആംഗ്യഭാഷയിലൂടെ അതൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷെ അത് മനസ്സിലാക്കിയിട്ട് ഭൈരവി ചിന്തിക്കുന്നുണ്ട്, എല്ലാവരും എൻ്റെ സ്നേഹമാണെന്നാണ് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. പക്ഷെ ഞാൻ കാരണമാണ് അമ്മ കിണറ്റിൽ വീണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ എന്നോട് എങ്ങനെയായിരിക്കും പെരുമാറുക? പക്ഷേ ഭൈരവി പറഞ്ഞതുപോലെ തന്നെ അല്പദൂരം കൂടെ അടിപ്രദക്ഷിണത്തിൽ മുന്നോട്ടേക്ക് പോയപ്പോഴേക്കും വെയിലിന്റെ ചൂടും അവരുടെ തലയുടെ ക്ഷീണവും ഒക്കെ കാരണം തല ഏകദേശം കറങ്ങുന്നത് പോലെ ആയിട്ടാണ് ദമയന്തിക്ക് തോന്നുന്നത്. അവരിങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ദൈവമേ, എൻ്റെ അടിപ്രദക്ഷിണം എനിക്ക് പൂർത്തിയാക്കാൻ സാധിക്കില്ലേ? തലയൊക്കെ ചുറ്റുന്നത് പോലെ തോന്നുവാണല്ലോ, എൻ്റെ കണ്ണിലൊക്കെ ഇരുട്ട് കയറുന്നത് പോലെയാണല്ലോ തോന്നുന്നത്. അത് പറഞ്ഞു തീരുമ്പോഴേക്കും അവരിങ്ങനെ വീഴാൻ വേണ്ടി പോവാണ്. അപ്പോഴേക്കും ഭൈരവി വേഗം അവരെ പിടിച്ചു നിർത്തുന്നുണ്ട്. അമ്മ, എന്താ പറ്റിയത്? എന്താണെന്ന് അറിയില്ല മോളെ, എനിക്ക് വല്ലാതെ തലവേദനിക്കുന്ന പോലെ തോന്നുന്നു. കണ്ണിലേക്ക് ഇരുട്ട് കയറുന്നത് പോലെ, തലയിൽ എന്തോ ഇരുമ്പ് ദണ്ട് വെച്ച് അടിക്കുന്നത് പോലെ തോന്നുവാണ്. എന്നെ കൊണ്ട് നടക്കാൻ കഴിയുന്നില്ല മോളെ. അമ്മ, നേർച്ചക്കട നിറവേറ്റാൻ പറ്റിയില്ല എന്ന് കരുതി ടെൻഷൻ ആവുന്നും വേണ്ട, അവിടെ വന്ന് ഇരിക്കമ്മ. പക്ഷേ ദമയന്തി ഭൈരവിയോട് പറയുന്നുണ്ട്, നേർച്ചക്കട അങ്ങനെ പകുതിക്ക് വെച്ച് നിർത്താൻ പാടില്ല മോളെ, അത് ദൈവകുറ്റമായിട്ട് മാറും. പക്ഷേ എത്ര തന്നെ
ശ്രമിച്ചിട്ടും ദമയന്തിക്ക് അവരുടെ ആ ഒരു നേർച്ചക്കടം മുഴുവനായിട്ട് നിറവേറ്റാൻ സാധിച്ചില്ല. അല്പദൂരം കൂടെ എങ്ങനെയൊക്കെയോ മുന്നോട്ടേക്ക് പോയെങ്കിലും ഭൂമി തനിക്ക് ചുറ്റും കറങ്ങുന്നത് പോലെ തോന്നുവാണ്. അവസാനം അവരവിടെ മയങ്ങി വീഴുന്നുണ്ടായിരുന്നു. അപ്പോൾ ദമയന്തി ആണെങ്കിൽ ഇങ്ങനെ സങ്കടത്തോടെ പറയുന്നുണ്ട് ഭൈരവി അമ്മയോട്, ഞാൻ പറഞ്ഞതല്ലേ അമ്മ വേണ്ടാന്ന്, നമുക്ക് തൽക്കാലം ഇതൊന്നും വേണ്ട, നിർത്താന്നൊക്കെ. അപ്പോഴേക്കും കുറച്ച് ആൾക്കാരും പൂജാരിയൊക്കെ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അമ്മ തലകറങ്ങി വീണിരിക്കുകയാണ്, അമ്മയ്ക്ക് ഇനി അടിപ്രദക്ഷിണം ബാക്കി നടത്താൻ പറ്റില്ലെന്ന് ഭൈരവി തന്നെയാണ് പറയുന്നത്. പക്ഷേ ആ സമയത്ത് പൂജാരി അവളോട് പറയുന്നുണ്ട്, നേർച്ചക്കട അങ്ങനെ പകുതിക്ക് വെച്ച് നിർത്താൻ പാടില്ല, ഞാൻ പോയിട്ട് വെള്ളം എടുത്തോണ്ട് വരാം. പൂജാരി കൊണ്ടുവന്ന വെള്ളം ദമയന്തിയുടെ മുഖത്തേക്ക് തളിച്ചിട്ട് അവർക്ക് ബോധം വന്നതിന് ശേഷം കുറച്ച് വെള്ളം കുടിക്കാനും കൊടുക്കുകയാണ്. ഗായത്രി ആണെങ്കിൽ വല്ലാതെ ഭയന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഭൈരവിക്ക് കാര്യം അറിയാവുന്നത് കൊണ്ട് അവൾ അതിന്റെ സീരിയസ്നെസ്സോട് കൂടി നിൽക്കുകയാണ്. അവസാനം ദമയന്തി കണ്ണു തുറന്നപ്പോൾ പൂജാരി തന്നെ പറയാണ്, കുഴപ്പമില്ല, തൽക്കാലം നിങ്ങൾ ദമയന്തി അമ്മയും കൂട്ടിയിട്ട് പോയിക്കോളൂ, അവർക്ക് ശരീരത്തിന്റെ അസുഖം മാറിയതിന് ശേഷം വീണ്ടും വന്നിട്ട് നേർച്ചക്കട നിറവേറ്റിക്കോട്ടെ. അപ്പോൾ ഭൈരവി അത് സമ്മതിക്കുകയാണ്. പക്ഷേ ദമയന്തി പൂജാരിയോട് പറയുന്നുണ്ട്, പൂജാരി, ഞാൻ ഇന്ന് എങ്ങനെയായാലും എൻ്റെ നേർച്ചക്കട നടത്തുക തന്നെ ചെയ്യും, എന്നെ കൊണ്ടാവുന്നത് പോലെ ഞാൻ ശ്രമിക്കും. അപ്പോൾ അത് കേട്ടപ്പോൾ ഭൈരവിക്ക് ആകെ ടെൻഷനാവണം. അവൾ പറയുന്നുണ്ട്, അമ്മ എന്തൊക്കെ അമ്മ ഈ പറയുന്നത്, വെയിൽ നന്നായിട്ടുണ്ട്, അമ്മയെ കൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കില്ല, വേണ്ട, തൽക്കാലം ഒഴിവാക്ക്, പറ്റില്ല മോളെ, എനിക്ക് നേർച്ചക്കട എങ്ങനെയായാലും ഇന്ന് തന്നെ നിറവേറ്റണം. അവസാനം ഭൈരവി പറയാണ്, ശരി, അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഈ നേർച്ചക്കട ഞാൻ തന്നെ നിറവേറ്റാം എന്ന്. ഭൈരവി അത് ഏറ്റെടുത്തത് കണ്ടപ്പോൾ ദമയന്തിക്കും ഗായത്രിക്കും അതിശയാവുകയാണ്. കാരണം അവരുടെ കല്യാണം കഴിഞ്ഞതുപോലും അവൾക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. ആ സമയത്ത് അവരുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു കടം നേർച്ച അവൾ ഏറ്റെടുക്കുക എന്നുള്ളത് അവർക്ക് വിശ്വസിക്കാനാവുന്നില്ല. അപ്പോൾ പൂജാരി ദമയന്തിയോട് പറയുന്നുണ്ട്, കാർത്തികേയൻ്റെ കല്യാണത്തിന് നല്ല രീതിക്ക് നടക്കാൻ വേണ്ടിയിട്ടായിരുന്നല്ലോ ഇങ്ങനെ ഒരു നേർച്ച നിങ്ങൾ നേർന്നിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കുട്ടിക്ക് അത് ചെയ്യാൻ സാധിക്കും. ശരി പൂജാരി, ഞാൻ ചെയ്തോളാം. ഭൈരവി സമ്മതിക്കുകയാണ്. പക്ഷേ അവൾക്കത് വിഷമാവെന്ന് കരുതിയിട്ട് ദമയന്തി വീണ്ടും പറയുന്നുണ്ട്, വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ഭൈരവി, മോള് വിചാരിക്കുന്നത് പോലെയല്ല, ഇതൊന്നും മോളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, അത് കുഴപ്പമില്ല അമ്മ, ഇത് ഞാൻ ചെയ്തോളാം. ഭൈരവി അവരെ ആശ്വസിപ്പിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. അപ്പോൾ ദമയന്തിയോട് പൂജാരിയും പറയുന്നുണ്ട്, നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ മരുമകൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ, അതുകൊണ്ട് തൽക്കാലം ഈ നേർച്ചക്കട നിങ്ങളുടെ മരുമകൾ നിറവേറ്റിക്കോട്ടെ. എന്നിട്ട് ഗായത്രിയോട് ദമയന്തിയെ അവിടെ തണലിലേക്ക് മാറ്റിയിരുത്താൻ പറഞ്ഞിട്ട് അവിടെ മുതൽ തന്നെ ഭൈരവി ബാക്കിയുള്ള നേർച്ചക്കട നിറവേറ്റാണ്. അടിപ്രദക്ഷിണം അവൾ തന്നെ പ്രാർത്ഥനയോടുകൂടി പുനരാരംഭിക്കുകയാണ്. ഭൈരവി അടിപ്രദക്ഷിണം ചെയ്യുന്നത് നോക്കിയിരിക്കുകയാണ് ഗായത്രിയും ദമയന്തിയും. ദമയന്തിയോട് ഗായത്രി പറയുന്നുണ്ട്, അമ്മ, ഏട്ടത്തിയെ കാണുമ്പോൾ എനിക്ക് തന്നെ ആശ്ചര്യമായിട്ട് തോന്നുന്നു. അവൾ അവളുടെ ആംഗ്യഭാഷയിലാണ് പറയുന്നത്. അപ്പോൾ ദമയന്തി സന്തോഷത്തോട് പറയുന്നുണ്ട്, ഞാൻ ചെയ്തൊരു നേർച്ച അവൾ നിറവേറ്റുന്നത് കാണുമ്പോൾ എനിക്ക് എത്രത്തോളം സന്തോഷമുണ്ടെന്ന് അറിയോ മോളെ. ഭൈരവി അടിപ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവിടുന്ന് പോയിട്ടുണ്ടായിരുന്ന കാർത്തികേയൻ തിരിച്ചു വരുന്നത്. അവൻ നോക്കുന്ന സമയത്ത് അവിടെ ക്ഷേത്രത്തിനകത്ത് ഇരിക്കുകയാണ് അമ്മയും തൻ്റെ സഹോദരിയും. അമ്മ ഇവിടെ ഇരിക്കുകയാണോ? അല്ലടാ, മണിക്ക് എങ്ങനെയുണ്ട്? ഇല്ല, കുഴപ്പമില്ല, അവന് ചെറുതായിട്ട് ഷോക്ക് അടിച്ചതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടാണ്, ഞാൻ അവനോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് പോകുന്നതാണ്. അല്ല അമ്മ, അതിനിടയിൽ അടിപ്രദക്ഷിണം മുഴുവനായിട്ട് ചെയ്തു കഴിഞ്ഞോ? ഇല്ലടാ കേയ, എന്നെക്കൊണ്ട് അത് ചെയ്തു തീർക്കാൻ സാധിച്ചില്ല. വല്ലാത്തൊരു വിഷമത്തോടു കൂടിയാണ് ദമയന്തി പറയുന്നത്. അത് കേട്ടപ്പോൾ കാർത്തികേയനും ആകെ ഞെട്ടിപ്പോയി. നല്ല വെയിലുള്ളത് കാരണം എനിക്ക് തല ചുറ്റുന്നത് പോലെ തോന്നി, അതുകൊണ്ട് ഞാൻ വെച്ച നേർച്ചക്കടം അടിപ്രദക്ഷിണം ഭൈരവിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കേട്ടപ്പോൾ കേയൻ തന്നെ ഞെട്ടിപ്പോയി. ദാ അങ്ങോട്ട് നോക്ക് എന്ന് പറഞ്ഞപ്പോഴേക്കും ഒരു തവണ ചുറ്റിയിട്ട് ഭൈരവി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കാർത്തികേയന് തൻ്റെ കണ്ണുകൾ വിശ്വസിക്കാനാവുന്നുണ്ടായിരുന്നില്ല. വെയിലിൻ്റെ ചൂടും അവളുടെ ആ ഒരു മുഖത്ത് നന്നായിട്ട് കാണുന്നുണ്ടായിരുന്നു. അവൾ നല്ല ടയേർഡായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവളുടെ അടുത്തെത്തിയ സമയത്ത് ദമയന്തിയും ഗായത്രി എഴുന്നേറ്റ് നിൽക്കുകയാണ്. അവൾ തന്നെ വലം വെച്ച് പോയതിന് ശേഷം കേയൻ അമ്മയോട് പറയുന്നുണ്ട്, അമ്മ, എനിക്കിത് സത്യമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഗായത്രി ആണെങ്കിൽ അവനോട് പറയുന്നുണ്ട്, സത്യം പറഞ്ഞ ഏട്ടൻ ഒരുപാട് ഭാഗ്യം ചെയ്ത ആളാണ്, പക്ഷേ കാർത്തികേയൻ അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. എന്നെ കാണുമ്പോൾ അഗ്നിയെ പോലെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഇവളെ അമ്മയ്ക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു വെയിലത്ത് ചെരുപ്പ് പോലും ഇല്ലാതെ 3 തവണ അടിപ്രദക്ഷിണം നടത്തിയിട്ട് ക്ഷീണിച്ചിട്ടാണ് വന്ന് നിൽക്കുന്നത് ഭൈരവി. അവളുടെ അടുത്തേക്ക് പോയിട്ട് ദമയന്തി ആണെങ്കിൽ അവരുടെ ആ ഒരു നേർച്ചക്കടാണല്ലോ അവൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സന്തോഷം കൊണ്ട് അവളെ കെട്ടിപ്പിടിക്കുക അവളുടെ നെറ്റിയിലൊരു ഉമ്മ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. കാർത്തികേയനും ഗായത്രി അത് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഭൈരവി ആണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അവളുടെ മനസ്സ് നിറയെ കുറ്റബോധം മാത്രമായിരുന്നു. പക്ഷെ ഇവരൊക്കെ ഭൈരവിക്ക് തങ്ങളോടുള്ള സ്നേഹമാണെന്നാണ് കരുതുന്നത്. അപ്പോൾ കരഞ്ഞുകൊണ്ട് ദമയന്തി പറയുന്നുണ്ട്, എങ്ങനെയോ ഞാൻ ഉണ്ടാക്കി വെച്ച നേർച്ചക്കടം നീ കാരണം നിറവേറ്റണമെന്നായിരിക്കും ദൈവത്തിന്റെ വിധി ഉണ്ടാവുക, പക്ഷേ അതിനും ദൈവത്തിന്റെ ഒരു അനുഗ്രഹം വേണം. ഹരി ഹോസ്പിറ്റലിലാണ് ഉണ്ടായിരുന്നത്. ഒരു പേഷ്യന്റിനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്നേഹയും അവനൊപ്പം തന്നെ ആ മുറിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ റിപ്പോർട്ടൊക്കെ നോക്കിയതിന് ശേഷം ഹരി അയാളോട് പറയാണ്, നിങ്ങൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, ഞാൻ നിങ്ങളുടെ മെഡിസിൻസ് ഒക്കെ മാറ്റിത്തരാം. സിന്ധു ആണെങ്കിൽ വല്ലാത്തൊരു വിഷമത്തോടു കൂടി ഹരിയെ കോൾ ചെയ്യാണ്. അവൻ കോൾ എടുക്കുന്ന സമയത്ത് പേഷ്യന്റ് അടുത്ത് തന്നെയുണ്ട്. സിന്ധുവിന്റെ പേര് കണ്ട സമയത്ത് ഹരി കോൾ കട്ട് ചെയ്യാണ്. പക്ഷേ സ്നേഹയും ആ പേര് കണ്ടിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, ഞാനൊന്നും ഇടപെടേണ്ട ആവശ്യമില്ല, ഹരി തന്നെ അവളുടെ കോൾ കട്ട് ചെയ്തല്ലോ. സ്നേഹയ്ക്ക് വല്ലാത്ത സന്തോഷം തോന്നുകയാണ്. ഹരിയാണെങ്കിൽ സിന്ധു വിളിച്ചത് പോലും മൈൻഡ് ചെയ്യാത്ത അവസ്ഥയിലാണ് പേഷ്യന്റിനോട് സംസാരിക്കുന്നത്.
സംസാരിക്കുന്നത്. പേഷ്യന്റ് പോയതിനു ശേഷം സിന്ധു രണ്ടാമത് വീണ്ടും വിളിക്കുന്നുണ്ട്. ഫോണിലേക്ക് നോക്കിയിട്ട് അവളുടെ പേര് കണ്ടതും ഹരിക്ക് ദേഷ്യം വരികയാണ്. അവൻ വീണ്ടും കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്നേഹ അവനോട് ചോദിക്കുകയാണ്, എന്താ ഹരി, വീണ്ടും വീണ്ടും സിന്ധു വിളിച്ചിട്ട് നിന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടോ? ആ അതെ സ്നേഹ, എത്ര പറഞ്ഞാലും അവൾക്ക് മനസ്സിലാവില്ല. വീണ്ടും വീണ്ടും വിളിച്ച് എന്നെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് അവൾ എൻ്റെ അടുത്ത് നിന്ന് പോകുന്നോ അന്നേ എനിക്ക് ജീവിതത്തിൽ സമാധാനം കിട്ടുള്ളൂ. അപ്പോൾ സ്നേഹം മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, സിന്ധു നീ എന്തൊക്കെ കാണിച്ചാലും ഹരിയുടെ മനസ്സിൽ നിനക്കൊരു സ്ഥാനം ഉണ്ടാവുമെന്ന് നീ കരുതണ്ട. അതേസമയം ഡൈനിങ് ടേബിളിൽ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ലക്ഷ്മി അവരുടെ സഹോദരനൊക്കെ ഇല്ലാന്നേ ഉള്ളൂ. ബാക്കി എല്ലാവരും അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും സന്തോഷത്തോടു കൂടി തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോഴാണ് സിന്ധു ആകെ നിരാശയായിട്ട് അവിടുന്ന് പോകുന്നത്. സിന്ധുവിനെ കണ്ടപ്പോൾ ദമയന്തി വിളിക്കുന്നുണ്ട്, സിന്ധു വാ മോളെ, വന്നിരുന്ന് ഭക്ഷണം കഴിക്കുക. കുഴപ്പമില്ല അമ്മ, ഞാൻ ഡോക്ടർ വന്നതിന് ശേഷം കഴിച്ചോളാം. അപ്പോഴേക്കും ലക്ഷ്മിയും അതുപോലെ തന്നെ അവളുടെ സഹോദരനൊക്കെ അവിടെ വന്ന് നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ദമയന്തി പറയാണ്, ഈ സമയമാകുമ്പോഴേക്കും സാധാരണ ഹരി വരാറുള്ളതാണല്ലോ, നീ അവനെ വിളിച്ചു നോക്കിയോ? ഫോൺ ചെയ്തു, പക്ഷേ അദ്ദേഹം എടുത്തിട്ടില്ല. ഒരുപക്ഷേ കുറച്ചു നേരം കൊണ്ട് വരുമായിരിക്കും, നിങ്ങൾ കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് സിന്ധു അവിടുന്ന് പോവാണ്. അപ്പോൾ ഗിരീഷാണെങ്കിൽ ചേച്ചിയെ ഒന്ന് ഏരികേറ്റാണ്. കണ്ടില്ലേ ചേച്ചി, നിങ്ങളുടെ മരുമോള് ഹരി വന്നതിന് ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കുള്ളൂ എന്ന്. ഡാ പോത്തെ, ആരാടാ ആർക്ക് മരുമകള്? അത് പിന്നെ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതാ ചേച്ചി. ഇനി മറന്നു പോയാൽ പോലും അങ്ങനെ പറഞ്ഞു പോരുത്. വായിൽ ഞാൻ ചൂടുവെള്ളം ഒഴിച്ചു തരും. അപ്പോൾ ഹരിയേട്ടൻ ഇപ്പോഴൊന്നും വരില്ല അല്ലേ അമ്മേ? ഐഷു ചോദിക്കുകയാണ്. ആടി ഐഷു, എങ്ങനെയെങ്കിലും സ്നേഹ ഹരി അവിടെ തന്നെ മാക്സിമം പിടിച്ചു നിർത്തുകയാണ്. ഇവളുടെ അടുത്ത് വരാതിരുന്നാൽ തന്നെ അവൻ ഇവിടെ മറന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ കാർത്തികേയന് പെട്ടെന്ന് തൊണ്ടയിലേക്ക് ഭക്ഷണം കുടുങ്ങുകയാണ്. ആ സമയത്ത് ഗായത്രിയാണ് വെള്ളം എടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം കുടിച്ചുകൊണ്ട് ഭൈരവിയെ നോക്കിക്കൊണ്ട് കാർത്തികേയൻ ചിന്തിക്കുന്നുണ്ട്, ഇവിടെ എന്നെക്കുറിച്ച് എന്തോ ചിന്തിക്കുന്നുണ്ടോന്ന് ആർക്കറിയാം, അതുകൊണ്ടാണോ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയതെന്ന്. പക്ഷേ ഭൈരവി ആണെങ്കിൽ വല്ലാത്തൊരു ടയർഡായിരുന്നു. അവൾ വേഗം ഭക്ഷണം കഴിക്കുന്ന നിർത്തിയിട്ട് കൈ കഴുകുകയാണ്. അപ്പോൾ ദമയന്തി ചോദിക്കുന്നുണ്ട്, അതെന്താ ഭൈരവി, അപ്പോഴേക്കും മോള് കഴിച്ചു കഴിഞ്ഞോ? ആ അമ്മ, എനിക്ക് മതി. എങ്കിൽ മോള് മുറിയിൽ പോയിട്ട് റെസ്റ്റ് എടുത്തോ. ശരി അമ്മ എന്ന് പറഞ്ഞിട്ട് അവളെ എഴുന്നേറ്റ് പോവാണ്. പക്ഷെ അവൾക്ക് കാല് നന്നായിട്ട് വേദനിക്കുന്നുണ്ടായിരുന്നു. നല്ല ചൂടുള്ള വെയിലിൽ ചെരുപ്പ് പോലും ഇടാതെ നടന്നതായിരുന്നല്ലോ. അപ്പോൾ കാല് പൊള്ളിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ കാല് നിലത്ത് കുത്താൻ പറ്റാതെ വല്ലാതെ വേദനിച്ചിട്ടാണ് നടക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ കാർത്തികേയൻ മാത്രമേ അത് കാണുന്നുണ്ടായിരുന്നുള്ളൂ. അവൻ ചിന്തിക്കുന്നുണ്ട്, ഇവളെന്ത് ഇങ്ങനെ നടക്കുന്നത്, അവൾക്ക് കാല് വേദനിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ദമയന്തി ആണെങ്കിൽ എല്ലാവരോടും പറയുന്നുണ്ട്, വന്ന ആദ്യം തന്നെ ഭൈരവിക്ക് നമ്മുടെ കുടുംബത്തിലുള്ള ആരുമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അവൾ നല്ലൊരു പെൺകുട്ടിയാണ്. എല്ലാവരുമായിട്ട് അവൾക്ക് നന്നായിട്ട് തന്നെ അവൾ സംസാരിക്കുന്നതും പെരുമാറുന്നതും ഒക്കെ. ഇപ്പോൾ അവൾക്ക് നമ്മുടെ എല്ലാവരെയും ഒത്തിരി ഇഷ്ടമാണ്. രാവിലെ ക്ഷേത്രത്തിൽ വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റാത്ത നേർച്ചക്കടം അവളാണ് നിറവേറ്റിയത്. മഹിക്ക് വേണ്ടിയിട്ടാണ് ദമയന്തി പറഞ്ഞു കൊടുക്കുന്നത്. അത് കേട്ടപ്പോൾ മഹിയും അതുപോലെ ഗായത്രിക്കും കാർത്തികേയനും ഒക്കെ ഒത്തിരി സന്തോഷമായിട്ടുണ്ടായിരുന്നു. കാരണം പറയുന്നത് എൻ്റെ ഭാര്യയെക്കുറിച്ചാണെന്ന് കാർത്തികേയനും അറിയാവുന്നതാണ്. അപ്പോൾ ദമയന്തി സന്തോഷത്തോടെ പറയാണ്, നമ്മുടെ വീട്ടിൽ വന്നിരിക്കുന്ന 2 പെൺകുട്ടികളും തനി സ്വർണ്ണമാണ്. അതേ ഏട്ടത്തി പറഞ്ഞത് ശരി തന്നെയാണ്. സത്യരാജ് ഏട്ടൻ 2 പെൺകുട്ടികളെയും നന്നായിട്ടാണ് വളർത്തിയിട്ടുള്ളത്. അപ്പോൾ കാർത്തികേയൻ മനസ്സിൽ ചിന്തിക്കുകയാണ്, അയ്യോ ഒന്ന് വായു പൂട്ട് ചെറിയച്ഛന് സത്യം എന്താണെന്ന് അറിയായിട്ടാണ്. സത്യം പറഞ്ഞാൽ ഭൈരവിയെ പോലെ ഒരു പെൺകുട്ടിയെ കിട്ടാൻ നമ്മുടെ കാർത്തികേയൻ ഭാഗ്യം ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ കാർത്തികേയൻ കളിയാക്കി ചിരിച്ചുകൊണ്ട് പറയാണ്, അതെ അതെ അതെ, ഞാൻ നല്ല ഭാഗ്യം ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ട് അവൻ ഭൈരവി പോയ ഭാഗത്തേക്ക് നോക്കുകയാണ്. പക്ഷേ ബാക്കി എല്ലാവർക്കും ഭൈരവി ഇപ്പം നല്ലൊരു മരുമകൾ തന്നെയാണ്. സമയം ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു. സിന്ധു ഹരിയെ കാത്തിട്ട് ഇങ്ങനെ മുകളിൽ നിൽക്കുകയാണ്. അവൾക്ക് ആകെ വിഷമം തോന്നുകയാണ് അവൻ വരുന്നത് കാണാനായിട്ട്. അതേസമയം ഹരി ഹോസ്പിറ്റലിൽ തന്നെയാണ് ഉള്ളത്. അവൻ്റെ കൂടെ തന്നെ സ്നേഹയും നടക്കുന്നുണ്ടായിരുന്നു. അവൻ റൗണ്ട്സിന് വന്നിരിക്കുകയാണ്. ഓരോ പേഷ്യൻസിനെയും പോയി കണ്ട് അവരോടൊക്കെ കുശലാന്വേഷണവും സ്നേഹത്തോടു കൂടി തന്നെയാണ് സംസാരിക്കുന്നത്. അതിന് ഓരോരുത്തരോട് നാളെ ഡിസ്ചാർജ് ആവേണ്ടവരോട് അതും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. എല്ലാവർക്കും ഹരിയോട് നല്ല മതിപ്പും ബഹുമാനവും തന്നെയായിരുന്നു. ആ നോക്കിക്കൊണ്ടിരിക്കുന്ന പേഷ്യൻറ്റിനെ നാളെ ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഹരിയുടെ ഫോൺ റിങ് ചെയ്യുന്നത്. സിന്ധു തന്നെയാണ് വിളിക്കുന്നത്. അവൻ ഫോൺ എടുക്കുന്ന സമയത്ത് സ്നേഹയും കാണുന്നുണ്ടായിരുന്നു. സിന്ധുവിൻ്റെ പേര് സ്ക്രീനിൽ തെളിഞ്ഞതും ഹരിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. താനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട എന്നും ഹരി തന്നെ സിന്ധുവിനെ വെറുത്തോളം എന്നുള്ളത് സ്നേഹയ്ക്ക് അപ്പം തന്നെ മനസ്സിലാവാണ്. അവളുടെ മുഖത്തൊരു ചിരി വരുന്നുണ്ടായിരുന്നു. ഹരിയാണെങ്കിൽ സിന്ധുവിൻ്റെ കോള് പോലും അറ്റൻഡ് ചെയ്യുന്നില്ല. അതേസമയം മട്ടുപ്പാവിൽ കിടക്കുകയാണ് നമ്മുടെ കാർത്തികേയൻ. അവരാണെങ്കിൽ കൊതുക് അടിച്ചിട്ട് പാടില്ല, പാട്ട് പാടിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഓരോ തവണയും കൊതുക് അടിക്കും തോറും പാട്ട് മുറിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അയ്യോ ഇന്നെന്താ പതിവില്ലാതെ ഇത്രയധികം കൊതുക്, ഒരു പാട്ട് പോലും മര്യാദയ്ക്ക് പാടാൻ പറ്റുന്നില്ലല്ലോ. തൽക്കാലം റൂമിൽ പോയിട്ട് കൊതുക് തിരി എടുത്തിട്ട് വരാം, അല്ലാതെ ഇന്ന് ഇവിടെ കിടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതും പറഞ്ഞിട്ട് മുറിയിൽ ചെല്ലുന്ന സമയത്ത് ഭൈരവി ആണെങ്കിൽ ബുക്സൊക്കെ കെട്ടിപ്പിടിച്ചിട്ടാണ് ഉറങ്ങുന്നത്. വല്ലാത്തൊരു പഠിപ്പിസ്റ്റ് തന്നെ. ഉറങ്ങുമ്പം പോലും ബുക്കിലൊക്കെ കെട്ടിപ്പിടിച്ചിട്ടാണ് ഉറങ്ങുന്നത്. അവൻ റൂമിൽ ഒരുപാട് തെരഞ്ഞതിന് ശേഷമാണ് കൊതുക് തിരി കിട്ടിയത്. അതുകൊണ്ട് തിരിഞ്ഞ്
തിരിഞ്ഞു പോകുന്ന സമയത്താണ് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഭൈരവിയുടെ കാലിനടിയിൽ നിറയെ പൊട്ടിയിരിക്കുകയാണ്. ചെറിയ ചെറിയ കുമിളകൾ വന്ന് പൊട്ടി ചോര കളറായിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അത് കാർത്തികേയൻ ശ്രദ്ധിക്കുന്നത്. അവൻ ചിന്തിക്കുന്നുണ്ട്, ഇതെന്താ ഭൈരവിയുടെ കാലിനടിയിൽ നിറയെ പൊട്ടിയിരിക്കുകയാണല്ലോ. അപ്പോൾ അവൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത് അമ്മയ്ക്ക് പകരം അടിപ്രദക്ഷിണം ചെയ്ത ഭൈരവിയാണ്. ആ ഒരു ചൂടുള്ള വെയിലാണ് അവൾ ചെരുപ്പ് പോലും ഇടാതെ അവിടെ വെച്ച് അടിപ്രദക്ഷിണം നടത്തിയത്. അതുകൊണ്ടായിരിക്കും അവളുടെ കാലിന് അങ്ങനെ വന്നതെന്ന് അവൻ ഊഹിക്കുക. അയ്യോ പാവമുണ്ട്, കാലിന് ഇങ്ങനെ സംഭവിച്ചത് കാരണമായിരിക്കാം നേരത്തെ അവൾക്ക് നടക്കാൻ പറ്റാതെ അവൾ ഞൊണ്ടി ഞൊണ്ടി നടന്നിട്ടുണ്ടാവുക. സാധാരണയായിട്ട് കാലിന് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അമ്മ മുറിവെണ്ണ പോലെ ഒരു എണ്ണ തേക്കാറുണ്ടായിരുന്നല്ലോ. പോയി അത് എടുത്തുകൊണ്ട് വന്ന് ഭൈരവിയുടെ കാല് തടവി കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് കാർത്തികൻ പുറത്തേക്ക് പോവാണ്. പക്ഷെ സിന്ധു ആണെങ്കിൽ കാത്തു നിന്ന് അവൾ ആകെ ക്ഷമ നശിച്ചിട്ടുണ്ടായിരുന്നു. അവൾ വീണ്ടും ഹരിയെ വിളിക്കുകയാണ്. ഹരി അപ്പോഴും റൗണ്ട്സിൽ തന്നെയാണുള്ളത്. സിന്ധുവിന്റെ പേര് കാണുന്ന സമയത്തൊക്കെ അവന് ദേഷ്യം വരികയാണ്. ഓരോ തവണയും അവളുടെ ഫോൺ അവൻ കട്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഹരി അവന്റെ പരിശോധന വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സിന്ധു ആണെങ്കിൽ ആകെ വിഷമത്തോടെ ചിന്തിക്കുകയാണ്, എപ്പോഴും ഈ സമയമാകുമ്പോഴേക്കും സാധാരണ വരാറുള്ളതല്ലേ, ഇന്നെന്ത് ഇത്ര നേരമായിട്ടും വരാത്തത്. അവൾ ആവർത്തിച്ച് ഹരിയെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഹരിയാണെങ്കിൽ അവളുടെ ഫോൺ എടുക്കാനൊട്ട് കൂട്ടാക്കുന്നുമില്ല. ആ സമയത്ത് കാർത്തികേയനാണെങ്കിൽ മയിൽപ്പീലിയിൽ വെച്ചിട്ട് ആ ഒരു മുറിവെണ്ണ എടുത്തിട്ട് ഭൈരവിയുടെ കാലിനടിയിൽ തേച്ചു കൊടുക്കുകയാണ്. ആദ്യമൊന്നും കാർത്തികേയൻ തേച്ചപ്പോൾ ഭൈരവി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ വീണ്ടും അവൻ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഭൈരവി ഞെട്ടിയിട്ട് എണീച്ചിട്ട് അവനോട് ചോദിക്കുകയാണ്, എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അത് പിന്നെ ഇത് മയിൽപ്പീലി മണ്ണാങ്കട്ട, അത് വെച്ചിട്ട് എൻ്റെ കാലിൽ എന്ത് ചെയ്യാന്നാ ചോദിച്ചത്. അത് പിന്നെ നിന്റെ കാലൊക്കെ പൊട്ടി കുമിള വന്നിരിക്കുന്നതായിട്ട് കണ്ടു, അതുകൊണ്ട് ഞാൻ മുറിവെണ്ണ എടുത്തിട്ട് മയിൽപ്പീലി വെച്ചിട്ട് തേക്കുമായിരുന്നു. ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല. ഒപ്പം പിന്നെ ആവശ്യമില്ലാതെ എന്തിനാ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്? രാത്രി ഒരു പെണ്ണ് തനിച്ച് വന്ന് ഉറങ്ങുന്ന സമയത്ത് ഇങ്ങനെയാണോ ഒരു പെണ്ണോട് പെരുമാറുന്നത്? നാണം തോന്നില്ല നിനക്കൊന്നും? ഞാൻ എന്താ അതിന് മാത്രം വലിയ തെറ്റ് ചെയ്തത്? എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ നീ അടിപ്രദക്ഷിണം നടത്തിയത്. ആ സമയത്ത് നിന്റെ കാലം അങ്ങനെ സംഭവിച്ചത് കൊണ്ട് അതിന് ഞാൻ മരുന്ന് വെച്ച് തന്നതാണ്. അത് വലിയ തെറ്റാണോ? ഒരു പെണ്ണിന്റെ സമ്മതം ഇല്ലാതെ അവളുടെ മുറിയിലേക്ക് വരുന്നത് തന്നെ തെറ്റാണ്. അതും ഇല്ലാതെ അവളുടെ ഒരു സമ്മതവും ഇല്ലാതെ എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ അവളുടെ കാലിൽ മരുന്ന് തേക്കാൻ നിന്നത്? നീയൊക്കെ ഒരാണാണോ? എന്തോ മറവി കാരണം വാതിലടക്കാതെ ഉറങ്ങിപ്പോയി എന്ന് കരുതി തുറന്നിട്ട് ആ റൂമിലേക്ക് ഇങ്ങനെ അടിച്ചു കയറി വരികയാണ് വേണ്ടത്. കാർത്തികേയന് ശരിക്കും ദേഷ്യവും സങ്കടവും വരുന്നുണ്ടായിരുന്നു. താൻ ഇതിനു മാത്രം വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല, തൻ്റെ മുറിയിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഭൈരവിയാണെങ്കിൽ അവനോട് ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത്. ഇനി മേലെ നിനക്ക് ഞാനിത് അവസാനത്തെ വാണിംഗ് ആണ്. ഇനി മേലാൽ എൻ്റെ സമ്മതം ഇല്ലാതെ എൻ്റെ മുറിയിലേക്ക് വരികയാണെങ്കിൽ നിനക്കെതിരെ ഞാൻ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യും. എന്നിട്ടും അവൻ സങ്കടത്തോടെ ചോദിക്കുകയാണ്, എന്താ ഭൈരവി, ഞാൻ നിനക്ക് മുറിവെണ്ണ തേക്കാൻ വേണ്ടിയിട്ടല്ലേ വന്നത്, അതിനെന്തിനാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ പറയുക മാത്രമല്ല, ഞാൻ വേണമെങ്കിൽ നിനക്ക് 4 അടി വേണമെങ്കിലും വെച്ച് തരും. നിന്നെ കാണുമ്പോൾ എനിക്ക് എത്രത്തോളം ദേഷ്യം വരുന്നുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. അന്ന് കല്യാണ മണ്ഡപത്തിൽ വെച്ചിട്ട് എത്രത്തോളം ഞാൻ നിന്നോട് താണുകയാണ് അപേക്ഷിച്ചതാണ് എൻ്റെ കഴുത്തിൽ താലി കെട്ടരുതേ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അതൊന്നും വകവെക്കാതെയല്ല നിന്റെ കഴുത്തിൽ താലി കെട്ടിയത്. അതൊക്കെ ഞാൻ മറക്കുന്നാണോ നീ കരുതിയത്? താലി കെട്ടിക്കഴിഞ്ഞു, ഇനി എങ്ങനെയായാലും ഇവൾ എൻ്റെ ഭാര്യയായിട്ട് തന്നെ ജീവിച്ചോളൂ എന്ന് കരുതിയിട്ട് നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെങ്കിൽ അങ്ങനെ ഒരു ചിന്ത നീ നിന്റെ മനസ്സിൽ പോലും വെക്കണ്ട. അങ്ങനെ ഒരു ചിന്ത നീ മനസ്സിൽ വെക്കുന്നുണ്ടെന്നെങ്കിൽ ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് നിന്നോട് പെരുമാറുക എന്ന് എനിക്കറിയില്ല. പറഞ്ഞില്ലെന്ന് വേണ്ട. ഭൈരവി വല്ലാത്തൊരു ദേഷ്യത്തോടെയും വെറുപ്പോടെയാണ് കാർത്തികേയനോട് സംസാരിക്കുന്നത്. അത് കേട്ടപ്പോൾ വല്ലാത്ത സങ്കടത്തോടെയും നിരാശയോടെയും നിൽക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.